നൈറ്റ് 12 മണിൻ്റെ ഷോയ്ക്കാണ് പോയത്. പടം കണ്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് സംഭവം. നമ്മൾ സൈക്കിളിലാണ് പോയത്. ചെറിയൊരു ഒച്ചുണ്ട്. കറുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ എൻ്റെ അഭിപ്രായം? അനക്കെന്താ അഭിപ്രായം അല്ലേ? ഞങ്ങൾ പടത്തിനിടെ നല്ല ചില്ല് ഡാൻസൊക്കെ കളിച്ച് ഫസ്റ്റ് ഹാഫ് വരെ ഇന്ദ്രൻസേട്ടെ തൂക്കിട്ടോ. ഇന്ദ്രൻസിൻ്റെ അഭിനയം ഒരു രക്ഷയില്ല. അസാദില്ല ദേവാ, എന്താ തോന്നിയേ? ഒരു പടം ഓക്കൊന്നും തോന്നിയില്ല. പടം ഒരു വികാരമില്ലാത്ത പടം പോലെ തോന്നി. എനിക്കിഷ്ടമായി. എനിക്ക് പേഴ്സണലി പറഞ്ഞ പടം ഒന്ന് പിടിക്കുമോ? ഞാൻ പറയാം. എനിക്ക് പേഴ്സണലി പറഞ്ഞ പടം നല്ലൊരു ഓക്കെ പടമാണ്. ആണല്ലേ? വൃത്തികേട്. അപ്പോൾ പടങ്ങൾ കാണണോ കാണണ്ടേ എന്നുള്ളത് നിങ്ങളെ തീരുമാനമാണ്. പക്ഷെ കറുപ്പ് എന്ന് പറഞ്ഞൊരു പടം കറുപ്പ് പോലെ തന്നെ ഒരു പടമാണ്. എന്നുവെച്ചാൽ ഒരു ഗോഡസ് പടം. നമ്മൾ അവസാനം മറ്റേ കാന്തരനൊക്കെ എടുത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. കാന്തര നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിലുള്ള ഈ കാന്തര കണ്ടില്ല. കാന്തരൻ്റെ ഒരു വേർഷനാക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കി അത് കുറച്ചൊന്നായിട്ട് കാന്തരയായിട്ടുമില്ല കൂന്തരായിട്ടുമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒരു പടത്തിന് എങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ എടുക്കാൻ പറ്റൂല ദേവാ? അല്ല ഞാനിപ്പോ എന്താ പണ്ടൊക്കെ റിവ്യൂ പറയാനൊക്കെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ റിവ്യൂ പറയാനായപ്പോ കാര്യത്തോടുക്കും കള്ളനല്ലേ? ഇവിടെ കള്ളന്മാർ കൂടി ഉണ്ട്. അല്ല കുടുംബ വർത്താനല്ല ഇവിടെ. സിനിമ കണ്ട് നിങ്ങൾ പക്ക എന്റർടൈൻമെന്റ് പടമാണോ ചോദിച്ചാൽ നമുക്ക് കണ്ടിരിക്കാം. അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഓരോ നല്ല മേക്കിംഗ് ആട്ടോ. ഇപ്പം ഇറങ്ങുന്ന ഏത് പടമാണെങ്കിലും പക്ക മേക്കിംഗ് ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ ഡയറക്ടർ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അമ്മേനൊന്ന് വിളിച്ചാ വൃത്തി വീട്ടിൽ കയറാം. അല്ല പടത്തിനായിട്ട് ജനറലി എന്തിനുണ്ട് മനസ്സിലാവും. എന്താ എനിക്ക് തോന്നി ഫീൽ ചെയ്തെന്ന് പറയും. ഈ ഓപ്പണായി പറയും. എനിക്കറിയില്ല പറയാൻ. ഒരു പടത്തിന്റെ റിവ്യൂ എന്നുള്ള രീതിയിൽ ഇതേ 1-2 വാക്ക് പറഞ്ഞിട്ട് പോ. നിക്ക് എന്താ അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. നീ പറയ് അറിയാൻ വേണ്ടിട്ട്. എന്താ ദേഷ്യം പിടിക്കുന്നേ? പറയ് എന്ത് തോന്നിയെന്ന്. എന്നാലും നിനക്ക് തോന്നി പറയും. എന്നിട്ട് അകത്തേക്ക് കയറാനാ ഇങ്ങനെ ഡിമാൻഡ് ആക്കല്ലേ? നല്ല ഇഷ്ടമായി. എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം? ഞാനൊരു സൂര്യ ഫാനാണ്. ഞാൻ സിനിമ കാണാൻ പോകുന്നത് സിനിമ ആസ്വദിക്കാനാണ്. എനിക്ക് സിനിമ കഥ എന്ന് പറഞ്ഞിട്ടല്ല. എനിക്ക് സിനിമ കാണാൻ ഇഷ്ടമുള്ള. അപ്പൊ കഥയുള്ള പടമാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ വളരെയധികം ഇഷ്ടമുള്ള ഒരാളാണ്. അല്ലാതെ തന്നെ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ആയിക്കോട്ടെ. അല്ല പടം ഒരു കഥയാണുള്ള എനിക്ക് എങ്ങനെ? കഥ ഇപ്പോഴത്തെ കറണ്ട് ആയിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളാണ് അവർ കാണിക്കുന്നത്. എന്ത് കറണ്ട് ആയിട്ട് നടക്കുന്ന കാര്യം? ഇപ്പൊ എത്രയോ പൈസ ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ കോട്ടുതോറും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നു. അവിടെ ആ കാര്യങ്ങളൊന്നും നടക്കാതെ എത്രയോ പേര് ഇതുപോലെ അവരെ പറ്റിച്ച് പൈസ ആക്കലാണ് ബാക്കിയുള്ളവരുടെ പരിപാടി. പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നത് അതാണ് അവരെ കാണിച്ചത്. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു എക്സ്ട്രീം പവർ ഉണ്ടായാലുണ്ടാകുന്ന മാറ്റങ്ങളാണ് അവർ കാണിക്കുന്നത്. നമ്മുടെ നോർമൽ ലൈഫിൽ നടക്കാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ വന്നാൽ കോട്ടുകൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റം, നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, അതാണ് അവർ കാണിക്കുന്നത്. അല്ല ഒരു പടം എന്ന രീതിയിൽ ആസ്വദിക്കാൻ പറ്റുമോ? നല്ല മേക്കിംഗ് ഉണ്ട്. അതൊക്കെ ഉണ്ട്. മോശം പറഞ്ഞേ അല്ല, ഞാൻ പറയാം സൂര്യയുടെ മാസം. പക്ഷെ അതിനകത്ത് അവസാനം കാന്തരായിട്ട് ശ്രമിച്ചതൊന്നും അല്ല. അത് അവര് കറുപ്പ് എന്ന് പറയുന്ന ഒരു ഗോഡിന്റെ തന്നെ ഒരു എക്സ്ട്രീം പവർ, ആ ഒരു ടെറിട്ടറി ഭരിക്കുന്ന ഒരു പവർ വേറെ കാണിക്കുന്നതാണ്. എല്ലാ ഗോഡിനും ഇപ്പൊ എല്ലാവരും കാന്താരയല്ല. എല്ലാവർക്കും ഈ പറഞ്ഞ അവരുടേതായ ഒരു ഗോഡിനൊരു ശൈലി ഉണ്ട്. അതാണ് അവരവിടെ കാണിക്കുന്നത്. അത് കാന്താരി ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പറയില്ല. നന്ദുന്റെ അഭിപ്രായം നന്ദു. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒരു പടം കണ്ടപ്പോൾ നമുക്ക് തോന്നൂലേ കാന്താര അഭിനയിക്കുകയാണ് ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്ന് തോന്നൂലേ? ഇപ്പൊ ഒരു പടം കാണുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യില്ല. ആ പടം ഇട്ട് ഇങ്ങനെ പടം അങ്ങനെ എങ്ങനെയെന്ന് പറയില്ലേ? അതുപോലെ നമ്മളിപ്പോ ആ ഒരു റിവ്യൂ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയെന്ന് പറയും. എന്നിട്ട് പോവാ. ഇത് പറഞ്ഞിട്ട് പോയത് തമാശക്കല്ലേ? എന്താ തോന്നിയേ? എനിക്ക് സൂര്യ കളിക്കല്ലേ ഫാനായതിനെ കൊണ്ട് കണ്ടിരിക്കാൻ പറ്റും. അങ്ങനല്ല കേട്ടോ. ഒരു പടം എന്ന രീതിയിൽ ഇപ്പൊ ഒരാൾ തിയേറ്ററിൽ പോയി കാണുകയാണെങ്കിൽ നമ്മളെടുക്കുന്ന ഷോർട്സിനെ കുറിച്ച് നമുക്കൊരു ധാരണ കൊണ്ട് പടത്തിന്റെ മേക്കിംഗ് വക്കാണ്. നമ്മളെ സ്റ്റോറി ഒന്നും നമ്മള് സ്റ്റോറി ചെയ്യലുണ്ട്. പക്ഷെ നമ്മളെ സ്റ്റോറീസ് വെച്ച് നോക്കുമ്പോ നല്ല സിനിമ അല്ലേ? എനിക്ക് ഇഷ്ടമായെന്ന് ചോദിച്ചാല് ആലോചിച്ച് നിൽക്കേണ്ടി വരും ഏട്ടാ. ഒന്ന് അമ്മ വിളിച്ചെടുക്കും. അത് പറഞ്ഞിട്ട് കയറിയത്. എനിക്കങ്ങനെ പറയാ എങ്ങനെ വെച്ചാല് എനിക്ക് കണ്ടിട്ട് പടത്തിനെക്കാട്ട് എനിക്ക് വേറെ കുറച്ചുകൂടെ ഇത് ഭയങ്കര തല്ലായിപ്പോയി കൊറേ സമയം. അല്ല നമ്മള് പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് കൊറേ തല്ല്. നമ്മളിപ്പോ ഇനിയിപ്പോ തല്ലായിരിക്കും. അതല്ല കഥ കുറച്ച് വലിച്ചു നീട്ടിയ പോലെ ഉണ്ട്. നല്ല സ്ട്രെച്ചഡാ.
ഞാൻ പറയട്ടെ, ഫസ്റ്റ് ഹാഫ് വരെ പടം ലാഗില്ലാതെ കൊണ്ടുപോയി. നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം പദം അവസാനിച്ചെന്ന് കരുതുന്നോടുന്ന് പദം ഇങ്ങട് ഇങ്ങനെ വലിക്കും. റബ്ബർ ബാൻഡ് പദമല്ല, റബ്ബർ ബാൻഡ് ഇട്ടൊരു വലിയ വലിക്കും. അതാണ് പടത്തിന്റെ ഹൈലൈറ്റ് അല്ലേ? അല്ലേ? അതിന്റെ ആവശ്യം സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നി. കാരണം അവിടെ വരെ കഥ അവസാനിക്കും. ഡാൻസ് ബെല്ലെ ബെല്ലേ ദേവോ. അപ്പോൾ കറുപ്പ് കുറുപ്പ് എങ്ങനെയൊക്കെ എന്തൊക്കെയായാലും ഒരു പടം എങ്ങനെ സൂര്യ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം അഭിനയിച്ചൊരു പടം കാണാനുള്ള ആഗ്രഹം കൊണ്ട് പോയ ഒരാളും കൂടിയാണ് ഞാൻ. പക്ഷേ അഭിനയമൊക്കെ അടിപൊളിയാണ്. ഏത് ഇപ്പൊ ഇത് കണ്ടെടുത്തോളം പോരെ. പക്ഷെ സൂര്യ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പടം സൂര്യ എന്താ അഭിനയിക്കേണ്ട ആവശ്യമില്ല. സൂര്യ നന്നായി അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമ്പോ കാണുമ്പോ തന്നെ കൊറേ പടത്തിന്റെ കൊറേ പോർഷൻസിനകത്ത് വരുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. ആ അതെ, പക്ഷേ സത്യം പറഞ്ഞ കൊറേ സിനിമയിലെ ഡയലോഗ്സിനകത്ത് മെർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഏത് അതന്നെ കൊറേ സ്ഥലത്ത് ചോക്ലേറ്റ് പഴയ ഒരു സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ പടവും സിനി ഇങ്ങോട്ടുണ്ടാവും സിനിമയിൽ വിചാരിച്ചു. പക്ഷെ ഒരു ഗസ്റ്റ് റോൾ അപ്പിയറൻസ് ആയിരുന്നു. എനിക്കാളെ ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ല എന്താ സംഭവം. എനിക്കും മനസ്സിലായില്ലേ. നമ്മളെ ചിരിച്ച് തമാശ പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ കറുപ്പ് കാണാൻ ഇഷ്ടമുള്ളവർ പോയി കാണുക. ഒരു പടവും മോശമല്ല ഇപ്പൊ ഇറങ്ങുന്ന, സ്പെഷ്യലി പറയണം. അപ്പൊ ബൈ 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 ബൈ. നല്ല മേക്കിംഗ്. ബൈ 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 ബൈ.